ഫ്ലവേഴ്സ് അക്ക പൊന്നോണ കാഴ്ച 2025 സെപ്റ്റംബർ 28 ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സബീൽ ഹാൾ 4 and 5. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടാ ആൻഡ് അംബികാമ്മ. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നാ പിന്നെ ആദ്യത്തെ സ്കിറ്റ് വിളിക്കാലോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരു ഗ്യാപ്പിന് ശേഷം രണ്ട് സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരു സ്കിറ്റുമായിട്ട് വരുന്നു. പ്രജിത്തിന്റെ കൂടെ വരുന്നത് റജി തിരുവല്ല, റജി ചേട്ടൻ, സജി പേടേട്ടൻ, കൂടെ നമ്മുടെ പ്രജിത്ത്. ഒരു നല്ല കൈഡി. നീ വിട പറയുമ്പോ സൂര്യഹൃദയം പിടയുന്നു. നീ വിട പറയുമ്പോ സൂര്യഹൃദയം പിടയുന്നു. ചിതയിലെത്തി കനലും ചിരിയിലെ പൂവിതളും മുറിവും കിനാവുമായി വന്ന സന്ധ്യേ നീ വിട പറയുമ്പോൾ അതെ, ഞാൻ അങ്ങോട്ട് മാറിക്കട്ടെ. അതെന്താ ഇത് കണ്ടിട്ട് സങ്കടം വരുന്നോ? അതല്ല, ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. എനിക്ക് വേണ്ട അച്ചാച്ചി. എന്തോ ഏതൊരച്ഛന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് എന്തോ നീ കണ്ണീര് തെറിപ്പിക്കണതാ. അല്ല, എന്റെ മോളെ ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് കെട്ടിച്ചു വിടണമെന്ന്. എനിക്കറിയാം. എന്തായാലും എന്റെ ഈ മോളെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കതറിയാം, സ്വപ്നം അറിയാം. കാരണം ഒരു പേര് ദോഷം പോലും പറയിപ്പിക്കാതെ ആരും കൂടി ഇറങ്ങിപ്പോയില്ലല്ലോ. അയ്യോ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. വിളിക്കണ്ടേ? എന്തോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിന്റെ ഒച്ചയും ബഹളമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അയ്യോ പിജി, ഞാനൊരു കറിവിടെ തത്വ പോവൂല. പക്ഷെ ഇത് കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇവിടുന്ന് പോയാലും ഇടയ്ക്ക് ഞാൻ ഇവിടെ വരും. പിന്നെ ഒരു കാര്യം മറക്കരുത്. ഇല്ല, സമയത്തിന് കുടിയെ മരുന്ന് എടുത്ത് കഴിക്കണം കേട്ടാ. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. സമയത്തിന് പട്ടിക്ക് ചോറ് കൊടുക്കണം കേട്ടാ. തട്ടുമ ഒരു കാര്യം ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇനി മോളൊരു പുതിയ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. അതുകൊണ്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന പോലെ 10:30 വരെ വാകേരി കിടന്ന് ഉറങ്ങാതെ നേരത്തെ എഴുന്നേക്കണം. മനസ്സിലായാലോ? മനസ്സിലായി. പിന്നെ കയറി ചെല്ലുന്ന പുതിയ വീട്ടില് ആരെ കൊണ്ട് ഒന്നും പറയിക്കരുത്. ഒന്നും പറയിക്കില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലിട്ടെ എല്ലാത്തിന്റെ വാ മൂടി കെട്ടും ഞാൻ. അയ്യോ, അല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാരെ കൊണ്ട് നല്ലത് പറയിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. നല്ലത് പറയിപ്പിക്കാം. പിന്നെ വേറൊരു കാര്യം, ടിവിയുടെ റിമോട്ട് നിന്റെ കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ചാട്ടി പിടിക്കരുത്. ഇല്ല, പിടിക്കില്ല. നിനക്ക് ഇഷ്ടമുള്ള ചാനൽ മാത്രമേ വെക്കത്തോളം നിർബന്ധം പിടിക്കരുത്. ഇല്ല, കാരണം എന്നെ കണക്കല്ല, അവൻ വച്ച് കയറ്റി തരും. ശരി. എന്തോ മോളിൽ പോയി കഴിഞ്ഞാൽ ഈ അച്ചാച്ചിക്ക് ഇനി പാട്ട് പാടി ആര് തരും? ആര് അച്ചാച്ചിയുടെ തല മസാജ് ചെയ്ത് അവസാനമായി പോകുന്നതിന് മുമ്പ് ഈ അച്ചാച്ചിക്ക് ആ പാട്ടൊന്ന് പാടിത്തരുമോ? അച്ചാച്ചി, അച്ചാച്ചി, ആ പാട്ട് ഞാൻ പാടിത്തരാം. ആ പാട്ട് ഞാൻ പാടിത്തരാം. മാലവാകാൻ വെളിച്ചെട്ടും വരുന്നില്ല വിരുന്നുകാരൻ. എന്റെ പോണ്ടേ? തത്തയ്ക്ക് പോണ്ടേ? അതല്ലല്ലോ, വീട്ടിൽ പോണ്ടേ? മുഹൂർത്തം വീട്ടിൽ കയറട്ടെ. വീട്ടിൽ പോണോ? അല്ലേ,
നമുക്ക് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് വരാം. മക്കളെ അയ്യോ, എന്റെ മക്കള് ഞങ്ങൾ പോയാണ്. പോയിട്ട് വാ. ഞങ്ങൾ അനുഗ്രഹിക്കണം. ഹാ, ആദ്യം എന്റെ അനുഗ്രഹമാണോ മേടിക്കേണ്ടത്? മരിച്ചു പോയെങ്കിലും മുത്തച്ഛന്റെ അനുഗ്രഹം വേണം ആദ്യം മേടിക്കാൻ. ഫോട്ടോ അതുകൊണ്ട് അച്ഛന്റെ ഫോട്ടോ അവിടെ ഉണ്ട്, അവിടെ ചെന്ന് അനുഗ്രഹം മേടിച്ചിട്ട് വാ. ചെല്ല്. ഞാൻ അനുഗ്രഹം മേടിച്ചിട്ട് വരട്ടെ. പിന്നെ അപ്പൂപ്പന്റെ അടുത്ത് ഞഞ്ഞാ പുഞ്ഞാ പറഞ്ഞോണ്ടിരിക്കില്ല, എളുപ്പം പറഞ്ഞേ. മോനെ ശേഖർലാലേ, മോനൊരു കാര്യം അറിയാവോ? അമ്മയില്ലാതെ വളർത്തിക്കൊണ്ട് വന്നതാ. സൂപ്പറാണല്ലോ ഇത്. ഇച്ചിരി നീട്ട് വിളച്ചു ഫ്രീക്ക് പയ്യന്മാരെ പോരുന്നേ. എന്തുവാ നീ പറയുന്നത്? താടി വളർത്തുന്ന കാര്യമല്ലേ? കാര്യമാണോ പറഞ്ഞത്? ഇല്ല. എടാ ഞാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ വളർത്തിയ കാര്യമാണ്. ആണോ? പിന്നെ അമ്മയില്ലാത്ത കുറവ് അവളെ അറിയിക്കാതാണ് ഞാൻ വളർത്തിയത്. അതെങ്ങനെ? അതായത് വെളുപ്പിന് 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഒരു നൈറ്റി എടുത്തിട്ട് ഒരു വട്ടപ്പൊട്ട് തൊട്ട് നേരെ അടുക്കള കയറും. എന്തിന്? എടാ അവളെങ്ങാനും കേറി വന്ന് കാണുമ്പോഴത്തേക്കിന് അമ്മ അവിടെ ഉണ്ടെന്നുള്ള ഒരു ആംബിയൻസ് കാണിക്കട്ടെ. ഓ അങ്ങനെ. മോനൊരു കാര്യം അറിയോ? അത്രയ്ക്ക് ഓമനിച്ചാണ് ഞാൻ അവളെ വളർത്തുന്നത്. അതുകൊണ്ടാണ് അവളെ ഞാൻ ഇപ്പോഴും തത്തേ തത്തേ എന്ന് വിളിക്കുന്നത്. അറിയോ? അപ്പൊ ഭാര്യയുടെ പേരെന്തുവായിരുന്നു? പരിന്ത്. അതുകൊണ്ടല്ലേ അവൾ ഒരു ഓട്ടക്കാരന്റെ കൂടെ റാഞ്ചി കൊണ്ട് പോയത്. ആണോ? അങ്ങനെയാണ് രണ്ടാമതൊരു കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എന്തിന്? ഇനി വന്നു കയറുന്ന ഒരു കഴുകനാണെന്നുണ്ടെങ്കിലേ ഞാൻ എന്തിനാ വെറുതെ കഴുകന് തീറ്റി കൊടുക്കുന്നത്? പിന്നെ മോനൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നേ വരെ ഒരു കമ്പെടുത്ത് പോലും ഞാൻ അവളെ തല്ലിയിട്ടില്ല. അപ്പൊ അവള് ചെടിച്ചട്ടി കയറി എന്നുള്ള പേടിയുണ്ടില്ലേ? അയ്യോ അതുകൊണ്ടല്ല, പിന്നെ അത്രയ്ക്ക് ലാളിച്ചാണ് ഞാൻ വളർത്തിയത് അവളെ. ഞാൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു കയറി വരുമ്പോ ഉണ്ടല്ലോ എന്റെ കയ്യിൽ എപ്പോഴും ഒരു പൊതി കാണും. നല്ല വലിയുണ്ടല്ലേ? അയ്യോ അതല്ല ഉദ്ദേശിച്ചത്, ആഹാരത്തിന്റെ പൊതി. അതെന്റെ കാണും. എന്നെ ദൂരെ നിന്ന് കാണുമ്പോഴേ ഇവൾ ഓടി വന്ന് എന്റെ കൈ നോക്കും. അപ്പൊ കൈനോട്ടക്കാരിയാ? അതല്ലെന്ന്, ആഹാരത്തിന്റെ പൊതി ഉണ്ടോന്ന്. എന്റെ ഗതികേടിനെങ്ങാനും ആഹാരത്തിന്റെ പൊതി ഇല്ലെങ്കിൽ ശംഖും വെഞ്ചാമരവും കൊമ്പും ഊരാളിപ്പൊട്ടും വീരാളി പൊന്നും പൊരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാൻ വാരും കൂടാതെ കൂടാ. സത്യം പറഞ്ഞ അവക്ക് വിശപ്പിന്റെ പ്രാന്തുണ്ട്, അത് പറഞ്ഞാ മതി. അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം. പിന്നെ ഞാനൊരു 10-30 പെണ്ണ് കാണാൻ പോയതാ. അതൊരു തൊഴിലാക്കി അങ്ങ് മാറ്റിയല്ലേ? അതല്ല പറഞ്ഞത്. 10-30 പെണ്ണ് കാണാൻ പോയെങ്കിലും ഇവിടുത്തെ പെണ്ണിനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവക്ക് അങ്ങനല്ല കേട്ടോ. അവക്ക് ഏത് ഉണ്ണാക്കനെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇഷ്ടപ്പെട്ടതാ. അതാണോ? കുറച്ച് കഴിയുമ്പോ ഞാനും മോളും അങ്ങ് പോകും. അതാദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. എന്ത്? അല്ല, ഈ കല്യാണം കഴിയുക, ചെറുക്കന്റെ കൂടെ പെണ്ണ് വീട്ടിലേക്ക് പോകുക, അതെല്ലായിടത്തും ഉള്ളതല്ലേ? അതായിരുന്നു, ഞാൻ പേടിച്ചു പോയി. അനുഗ്രഹം മേടിച്ചോ? അപ്പൊ അനുഗ്രഹം മേടിച്ച് എന്നെ കുഞ്ഞ് നന്നായിട്ട് ജീവിക്കണം, നല്ലത് പറയിക്കാവൂ കേട്ടോ. അനുഗ്രഹമാണെങ്കിൽ നന്നായി പോയിട്ട് വാ മക്കളെ. മോനെ ശേഖർലാലേ, എന്തോ ഒന്നിവിടെ വരൂ. മോനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവക്ക് ഇത്തിരി ശുണ്ടി കൂടുതലാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നല്ലപോലെ സംസാരിച്ച എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഒരു കാര്യം, സമയം ഒരുപാട് ദൂരമൊക്കെ പോണ്ട. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ശരി, പോകാം. എന്റെ അപ്പച്ചി വിട്ട് ഞാൻ പോണില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കന്റെ കൂടെ അവരുടെ വീട്ടിൽ പോകണം, അതൊരു മര്യാദയാണ്. ഞാൻ പോണില്ല. എനിക്ക് എന്റെ അപ്പച്ചൻ വിളക്ക് വിഷമിക്കുക, എനിക്ക് കാണാൻ വയ്യ. ഞാൻ പോണില്ല. എല്ലാ അച്ചാച്ചിമാരും വിഷമിക്കും. ഞാൻ പോണില്ല. തത്തമ്മ, എനിക്ക് പോണ്ട. തത്തമ്മ, അച്ചാച്ചി പറയുന്നത് ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. എന്റെ കുഞ്ഞ്, ആദ്യം കാര്യം മനസ്സിലാക്കാം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ചു വിട്ട ചെറുക്കന്റെ കൂടെ അവരുടെ വീട്ടിലാണ് പോകേണ്ടത്. അതൊരു ചടങ്ങാണ്. ഞാൻ പോവൂല. അതെന്താടി നിനക്ക് പോയാല്? ഒരു 10-40 വയസ്സായില്ലടി, ഇതുവരെ ഞാൻ നിന്നെ തീറ്റി പോറ്റിയില്ലടി. ഇനി നിനക്ക് പോയാലടി 18 ചെറുക്കന്മാര് വന്ന് പെണ്ണ് കണ്ടാലടി നിന്നെ. നിങ്ങളല്ലേ പറഞ്ഞ ആദ്യമായിട്ടാ പെണ്ണ് കാണുന്നെന്ന്? ആദ്യമായിട്ടാണ് അവസാനമായിട്ട് നിനക്കെന്നാടാ? കൊച്ചുമായിട്ടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്.
മര്യാദക്ക് അവന്റെ കൂടെ പോകാൻ നോക്ക്. ഞാൻ പോവൂല. എടി അവന്റെ കൂടെ പോകാനാ പറഞ്ഞത്. ഞാൻ പോവൂല. പോവൂലേ? ഇല്ല. മര്യാദക്ക് ഇവിടെ വിളിച്ചോണ്ട് പോടാ. ഞാൻ പോകുന്നില്ല. വിളിച്ചോണ്ട് പോകാനാ പറഞ്ഞത്. ഞാൻ പോവൂല. എന്റെ ദൈവമേ, കെട്ടിച്ചു വിട്ടാലും ഒരു സ്വത്തതയും സമ്മാനം തരാത്ത ഒരു ചാകാനം. എങ്ങനെ ഇരിക്കണ? ഇപ്പൊ ഞാൻ അങ്ങാർക്ക് വലിയൊരു ബാധ്യത. അഭിനയം കൊള്ളാം കേട്ടോ, സൂപ്പർ അഭിനയം. കണക്കായി പോയി. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നിക്കട്ടാ. ഇനി എന്റെ കാലിവിടെ കുത്തില്ല. നോക്കിയോ? കുത്തണ്ട. കുത്തില്ല. നോക്കിയോ? എവിടെ പോകുന്നു? ഞാനങ്ങും കൊണ്ടുപോകുന്നില്ല. ഞാൻ കൊണ്ടുപോകുന്നില്ലെന്ന്. എനിക്ക് വേണ്ട നിന്നെ. എടി കല്യാണം കഴിച്ച് 10 ചവിട്ടി ഇങ്ങോട്ട് മാറിയപ്പോൾ നീ എന്നെ വേണ്ടെന്ന് വെച്ചില്ലേ? അച്ഛൻ കിടന്ന് കരഞ്ഞപ്പോ നീ അങ്ങോട്ട് ഓടിപ്പോയില്ലേ? പിന്നെ അങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകില്ലേ? ഇല്ല, ഞാൻ കൊണ്ടുപോയില്ല. ഫിസിക്കലി ഞാൻ പോണില്ല. എന്റെ അപ്പച്ചനെ വിട്ടേ ഒരിക്കലും പോണില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കാര്യമില്ല. പോണില്ല. തത്തമ്മ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദക്ക് പോ. ഞാൻ പോണില്ല. എടി പോകാനാ പറഞ്ഞത്. പോവൂല. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക്. നീ പോടാ വേട്ട വഴിയാ. മര്യാദക്ക് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ നീ? മര്യാദക്ക് അവന്റെ കൂടെ പോകുന്നുണ്ടോ? ഞാൻ പോണില്ല. അപ്പൊ രണ്ടുപേരും പോകുന്നില്ല? ഇല്ല. എന്റെ ദൈവമേ, അപ്പൊ ഈ കല്യാണത്തിന് ക്ലൈമാക്സ് ഇല്ലേ? നല്ലൊരു കല്യാണ വീടായിരുന്നു. നല്ലൊരു കൈയടി. അച്ഛന്റെയും മകളുടെയും കണ്ണീരിൽ പൊതിഞ്ഞ ഒരു സ്കിറ്റായിരുന്നു. അംബികാമേ, എന്ത് രസമായിട്ട് അവര് ചെയ്താൽ ആ മോള് എന്റെ അമ്മോ നിങ്ങളുടെ സ്നേഹം അച്ഛനെ തട്ടിയിട്ട് കെട്ടിപ്പിടിപ്പ് ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടെ താഴെ പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പർ. 3 പേരും എക്സ്പ്രഷൻസ് ഒക്കെ എന്താന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഞഞ്ഞാവിഞ്ഞ പറഞ്ഞുകൊണ്ട് നിൽക്കണമെന്നല്ലേ, പോയി സംസാരിക്കുന്നത് ഫോട്ടോയോടാണ്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടി 40 വയസ്സായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടായി. നല്ല രസം ഉണ്ടായിരുന്നു. വെരി ഫണ്ണി. താങ്ക് യു വിജുകുട്ടൻ ചേട്ടാ. റജി, സജി, പ്രജിത്തെ ഉഗ്ര സ്ക്രിപ്റ്റ് ആയിരുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ കുറച്ച് എക്സാഗ്രേറ്റ് കൂടുതലായിരുന്നു അതിനകത്ത്. കാരണം നമ്മൾ ഇപ്പോഴാണ് കുറച്ച് ലൈഫായിട്ടൊക്കെ ചെയ്തു തുടങ്ങുന്നത്. ഇത് കണ്ടിട്ട് കുറേ നാളായി. ഇത് കണ്ടുകൊണ്ടിരുന്ന കുറേ ഓഡിയൻസ് ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, ഉറപ്പാണത്. കാരണം ഇത് സജിയും അതുപോലെ തന്നെ റജിയും പ്രജിത്തും കുറച്ചും കൂടി നല്ല സ്ട്രെയിൻ എടുത്തിട്ട് ഭയങ്കര ഓവറായിട്ടാണ് ചെയ്തേക്കണം. പക്ഷെ ഇത് ഓവറായിട്ട് തന്നെ വേണം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വരുന്നത് ഭയങ്കര രസമുണ്ട്. കാരണം എനിക്കറിയാം സജിയുടെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഫ്രണ്ടിലിരുന്ന് നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. സജി ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ ഭയങ്കര ആപ്റ്റാണ്. ആക്ഷനും അതുപോലെ ആക്ഷൻ കോമഡി. അതെ. നമ്മളിപ്പോ സജി ഇപ്പൊ കുറച്ച് നാളായി വന്നിട്ട്. സജി വരുമ്പോ ശരിക്കും ഒരു പെരുന്നാളാണ് ഇവിടെ. എല്ലാം പുതിയ സാധനങ്ങളായിരുന്നു. ഇങ്ങനെയാണ് സാധനങ്ങൾ ഒന്നും വന്നില്ല. ഈ സ്കിറ്റിന്റെ ഏറ്റവും ചുക്കാൻ പിടിച്ചതും അതിന്റെ മെയിൻ ആളും ശശാങ്കൻ മയ്യനാണ്. ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് കൗണ്ടർ കാര്യങ്ങള് ഞങ്ങളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിച്ച് ഉറക്കമില്ലാതെ ഇപ്പോഴും കയറുന്നതിന് മുന്നേറ്റ് ഇപ്പോഴും അതിന് ഞാൻ നല്ലൊരു കൈയടി. ശശാങ്കൻ പണ്ട് മുതലേ ആദിരാത്രിയുടെയും കല്യാണത്തിന്റെ ഒക്കെ എന്റെ ശശാങ്ക അല്ലേ. ഇതിനകത്ത് ആക്ഷൻ മാത്രമല്ല, ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഒരു മകളെ എങ്ങനെ കെട്ടിച്ച് വിടും അത് എല്ലാ മാതാപിതാക്കൾക്കും. ഇപ്പം അച്ഛനില്ലെങ്കിൽ പോലും അച്ഛൻ അമ്മയുടെ ഒരു കാര്യം കൂടി നിർവഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് ഇങ്ങനത്തെ ഒരു നിർവഹണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു. അയ്യോ, അത് നമ്മൾ പറയും അച്ഛൻ അമ്മയില്ലാത്തൊരു കുറവ് ഞാൻ അവളെ അറിയിപ്പിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. കാരണം അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ വരുമോ ഇതല്ലേ. പക്ഷെ നൈറ്റ് ഇട്ടിട്ട് ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറുന്ന ഒരച്ഛനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അതൊക്കെ ബ്രില്യന്റ് കൗണ്ടർ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ നമ്മളെ പ്രജിത്തിന്റെ ശേഖർലാലിന്റെ മീശ കണ്ട. ആദ്യത്തെ തന്നെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ശേഖർലാൽ വർത്താനം പറയണത് നിങ്ങളിങ്ങനെ കരയിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്താണ്, എനിക്ക് ചിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ്. റജി നല്ല കറക്റ്റ്, നല്ല പെർഫെക്ഷൻ ആയിരുന്നു. റജി നല്ലൊരു അച്ഛനായിരുന്നു. കൗണ്ടറുകൾ പറയാനായിട്ട് ഇനി ഒരുപാട് കൗണ്ടറുകളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൗണ്ടറും കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും നാളായിട്ടും ആരെക്കൊണ്ടും ഒരു ചീത്ത പേരുദോഷം കേൾപ്പിക്കാത്ത എൻ്റെ മോളാണ്. അച്ഛൻ ഞാൻ പരമാവധി ശ്രമിച്ച അയ്യോ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. അടിപൊളിയായിരുന്നു. സത്യത്തിൽ അത് പറയാനായിട്ട് ഇരുന്നത് സാധനം പഴയതാണല്ലോ, പഴയ ഒരു ഐറ്റം എടുത്ത് അവർ വീണ്ടും കളിക്കുവാണല്ലോ എന്ന് പറയാനായിട്ട് ഇരിക്കുമായിരുന്നു.
ഒരു 10-15 വർഷം മുമ്പ് നമ്മളൊക്കെ സ്റ്റേജിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. കാര്യം അതേപോലുള്ള ആക്ഷൻസുകളായിരുന്നു നിങ്ങൾ മൊത്തം ചെയ്തത്. ആ തുടക്കത്തിലെ പാട്ട് സെൻറ്റിമെൻറ്റ്സ് സീനാണെങ്കിലും നിങ്ങളുടെ ആക്ഷൻ കോമഡി ആക്ഷൻ ആയിരുന്നു ഇതിൻ്റെ അകത്ത്. അങ്ങനെയാണ് നിങ്ങൾ ഈ സാധനം. പക്ഷേ ആ 15 വർഷം മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഐറ്റം ഇത്രയും മനോഹരമായിട്ട് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് പിന്നെ വൈഫിനെക്കാട്ടിലും സജിയെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഭർത്താവിൻ്റെ ആ നിസ്സഹായാവസ്ഥ. ഉഷ്ണവും പരവേശം എടുത്തേക്കാൻ എങ്ങനെയും സാധനം വലിച്ച് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ ഇവരുടെ ഈ സ്നേഹത്തിന് മുന്നിൽ അച്ഛൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഈ സാധനത്തിന് എങ്ങനെയും പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ബാക്കി മൊത്തം ആർട്ടിഫിഷ്യലാണ്. അഭിനയിച്ച് കാണിക്കാൻ ആ ഇഷ്ടവും ആ സ്നേഹവും ഒക്കെ. ഇവിടുന്ന് പോവുക എത്രയോ നാൾ 30-40 വയസ്സ് വരെ നിന്നെ വളർത്തി, ഇനി ഇതിനെ ശല്യമാണോ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ മനസ്സ് കിടക്കുന്നത്. പക്ഷെ അച്ഛൻ്റെ പ്രവൃത്തിയും ആക്ഷനും ഒക്കെ ആ മോള് പോകുന്നതിൻ്റെ ആ സങ്കടവും വിഷമവും ഒക്കെയാണ്. എന്തായാലും സ്ക്രിപ്റ്റ് വർക്കിലും നിങ്ങളുടെ ആ പ്രയത്നത്തിലും അതിൻ്റെതായ റിസൾട്ട് ഈ സ്കിറ്റിന് കിട്ടി. താങ്ക് യു സാർ. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. കൊടുക്കാം. ബിജുകുട്ടൻ ചേട്ടാ എത്ര കൊടുക്കാം? ഞാനൊരു 22 മാർക്ക് കൊടുക്കാം. 22,000 രൂപ. നസീർക്ക ഞാനൊരു 20,000 രൂപ. 42,000 രൂപയായിട്ടുണ്ട്. അമ്മ അയച്ചോ. അവരുടെ സ്നേഹത്തിന്റെ മുമ്പിൽ കാശ് ഒരു പ്രശ്നമല്ല. രൂപ ഗോൾഡൻ പഞ്ച്. പ്രയത്നം തുടങ്ങട്ടെ. ഒരുപാട് സന്തോഷം. ഇവിടെ നമുക്ക് വേണ്ടി ഗ്രൂമേഴ്സ് ശശാങ്ക ചേട്ടനും രാജ് ചേട്ടനും എല്ലാവർക്കും വേണ്ടി, പിന്നെ ഗ്രൂമേഴ്സായ ക്യാമറമാർ എല്ലാവർക്കും വേണ്ടി, ഈ ഫ്ലോറിൽ എല്ലാവർക്കും വേണ്ടി ഒരുപാട് നന്ദി. ചേട്ടാ ഒരു ചെറിയൊരു ഇടവേള എടുത്തു വിടുന്നു. തിരിച്ചുള്ള വരവാണ് വന്നത്. 1,00,000 രൂപയായിട്ടാണ്. മനസ്സിലുള്ള സന്തോഷം അങ്ങനെ പ്രേക്ഷകരുടെ അടുത്ത് നമ്മളുടെ അടുത്ത് പറഞ്ഞാട്ടെ. അല്ല എന്താന്നറിയോ ജീവ, നമ്മൾ പറയില്ലേ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആവരും. കുറെ നാളായി കണ്ടിട്ട്, പക്ഷെ എങ്കിലും വന്നത് ഒരു 1.5 വരവായിരുന്നു. ഇനി അങ്ങോട്ട് പോട്ടെ. അത് എങ്ങനെ നന്നായിട്ട് വരാനായിട്ട് കാരണം ശശാങ്കൻ്റെ ആ ഒരു ഒരുക്കിയെടുക്കലാണ്. കാരണം ഞങ്ങളെ സ്കിറ്റിന് കൂടെ നിന്ന് ഈ അവസാനം ഫ്ലോറിൽ കയറുന്നോടം വരെ, ഈ തൊട്ട് മൈക്ക് സ്റ്റാർട്ട് ചെയ്യണോടം വരെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുകയും അതെല്ലാം കറക്റ്റ് ആക്കി തരികയും കറക്റ്റ് സോങ് നാളെ സോങ്ങിന്റെ മൂമെന്റ്സ് വരെ ഇത്രേ പോവും ഇത്ര ഇത് വേണം, ഇങ്ങനെ ഈ സൈഡിൽ വരണം, അതൊക്കെ കറക്റ്റ് ക്ലാസ് തന്നു. ശേഖർലാൽ ഈ കഴിഞ്ഞ ദിവസം ആരായിരുന്നു ഫോൺ ചെയ്തത്? ഇദ്ദേഹം ഫോൺ ചെയ്യുമായിരുന്നു. അപ്പൊ കൂട്ടുകാരൻ്റെ അടുക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത്, ശരിയടാ ശേഖർലാലേ, ഞാൻ പറഞ്ഞു എടാ ശേഖർലാൽ അത് കൊള്ളാമല്ലോ, അത് ഈ ചെറുക്കൻ ഇട്ടാലോ. അല്ല ശേഖർലാൽ എന്ന് പറഞ്ഞാൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഈ ഫ്ലോറിൽ നേരത്തെ വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പം വേറെ ശേഖർലാലെ കളിയാക്കാൻ വേണ്ടിട്ടല്ല. നല്ലൊരു പേരാണത്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാനിപ്പോൾ വരികയാണ്. ഈ ഗ്യാപ്പിന് ശേഷം വന്നപ്പോൾ എനിക്ക് ഇത്രയും ഒരു വലിയൊരു അപ്രീഷിയേറ്റ് കിട്ടിയതും നിങ്ങളുടെ ഇതെല്ലാം വളരെ വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ ഇടയ്ക്ക് ചെറുതായിട്ട് ഉഴപ്പിയായിരുന്നു. ഇനി ഉഴപ്പില്ല, വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്യും. ഉഴപ്പ് നല്ലത് എന്നാന്നറിയാം, ഉഴപ്പുണ്ടായ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും ഫീൽഡിൽ. അതെല്ലാം കുറഞ്ഞെല്ലാം ഉഴപ്പൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചത് ഓൾറെഡി പറഞ്ഞു. ഇനി ഉഷാറായിട്ട് പോട്ടെ. വലിയ വലിയ സ്കിറ്റുകളുമായിട്ട് വാ. 1,00,000 1.5-2 അടിക്കാം നമുക്ക്. ഓക്കെ ഉഷാർ ചാച്ചി. ഓക്കെ ശേഖർലാൽ. പിന്നെ നസീർക്ക, അമ്മയാമ്മേ, പിന്നെ വിജുകുട്ടൻ ചേട്ടാ, ഈ നമ്മളിപ്പം ഗോൾഡ് അടിച്ച സ്കിറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? എന്താ അത്? അതായത് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. അത് എണ്ണം എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് കളിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഈ ഗോൾഡൻ പഞ്ചോടുകൂടി അവരുടെ അക്കൗണ്ടിൽ ഒരു ഗോൾഡൻ പഞ്ച് കയറിയിട്ടുണ്ട്. സത്യം. അതാണ് ഈ ഗോൾഡൻ പഞ്ചിന്റെ പ്രത്യേകത. എല്ലാവർക്കും സ്ഥിരമായിട്ട് കളിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഇനി ധൈര്യമായിട്ട് പറയാം, എനിക്ക് ഐറ്റം വേറെ ഗോൾഡ് പഞ്ച് ഉണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാം. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഗോൾഡൻ പഞ്ചിനുണ്ട്. എന്താ അല്ലേ? അതെ അതെ, നമ്മൾ വളരുന്നു.
നമ്മൾ ഈ സ്ഥിരം ഗോൾഡ് പഞ്ച് കൊടുക്കുന്നോണ്ടാണ് ആരെ എന്ത് എങ്ങനെയെന്ന് ചിന്തിക്കാഞ്ഞത്. പക്ഷെ നീ ഇവിടെ വെറുതെ ഇരിക്കുന്നോണ്ട് നിനക്ക് ചിന്തിക്കാൻ പറ്റും. അതെ ഞാനവിടെ വെറുതെ ഇരിക്കുന്നതൊക്കെ എനിക്ക് ആലോചിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നുണ്ടാണല്ലോ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ബ്രെയിൻ യൂസ് ചെയ്യുമ്പോ അതെ. ആലോചിച്ചത് അമ്മയെ വിഷമിക്കണ്ട, നമുക്ക് ഉള്ളവരുടെ കാര്യം പറഞ്ഞാൽ പോരെ. നമുക്ക് അടുത്ത സ്കിറ്റ് എടുക്കട്ടെ. സത്യം അത് അങ്ങോട്ട് നോക്കി പറയേണ്ട കാര്യമില്ലല്ലോ. റിലാക്സ് ആയിക്കോ. അടുത്ത സ്കിറ്റ് എടുക്കട്ടെ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംമാരുടെ ടീം മാസ് റെഡി ആയിട്ടുണ്ട്. മനോജ് വലഞ്ചുഴി, അജേഷ് റാണി, സുമി അടിക്കൈ. അയ്യോ ഇതിലെല്ലാം ഞാൻ അല്ല തീരാൻ പറ്റത്തില്ല. ഡീസൽ തീരാറായ ജനറേറ്റർ എന്താണ് എന്നെ ഒറ്റയ്ക്ക് നിർത്തിട്ട് എന്തോ പെരക്കത്തോട്ട് കയറി പോയത്. നീ എന്തിനാണ് ഈ എന്റെ പറയ ഇരട്ടി ഇറങ്ങി വന്നത്? നിനക്ക് അകത്തിരുന്ന് കഴിച്ചാൽ പോരായിരുന്നു? അകത്തിരുന്ന് കഴിക്കാൻ പേടിയായിട്ടല്ലയോ അണ്ണാ? ഈ അടുത്ത സമയത്ത് എനിക്ക് ഇരുട്ട് വീഴുമ്പോഴേ അങ്ങ് പേടിയാകും. അപ്പൊ സന്ധ്യ ആകുമ്പോ സൂര്യനെ പിടിച്ച് നിന്റെ കരുത്തെ കെട്ടിയിടെ. തമാശ പറയുന്ന നിങ്ങള് ഈ നാട്ടിൽ കള്ളൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നാട്ടിൽ കള്ളനോ? ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ കള്ളൻ ഇറങ്ങി. അതെങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന വല്ല കാര്യം നിങ്ങൾക്ക് അറിയാമോ? പിന്നെ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയാം. ഞാൻ ആശാ വർക്കർ അല്ലയോ? എനിക്ക് കിടന്ന് ഉറങ്ങണം. നിങ്ങൾക്ക് ഈ മനസ്സിലാവാത്തത് എന്നും പണിക്ക് പോകും, വല്ലവും കഴിക്കും, കിടന്നുറങ്ങും. അതുകൊണ്ടാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത്. എടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് പോകുന്ന ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് കുളിക്കും, കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ സംഭവം. എന്തോ പറഞ്ഞത്? കുളി. ഇത്രയും ഡ്യൂറേഷൻ പോലും ഇല്ല നിങ്ങളുടെ കുളി തീർന്നു. പണിക്ക് പോകുന്നതിന്റെ ക്ഷീണം നിനക്ക് അറിയാൻ വേണ്ടിട്ടാ. അയ്യോ എന്ന് വെച്ച വലിയ കെട്ടിടങ്ങൾ ഒറ്റയ്ക്കല്ലേ നിന്ന് പണിയുന്നത്? ഇന്ന് തന്നെ അത്തിക്കത്ത അമ്മണിയുടെ വീട്ടിൽ പോയി അടുപ്പ് കൂട്ടി. എന്തുവാ പറഞ്ഞേ? അത്തിക്കത്ത അമ്മണിയുടെ വീട്ടിൽ പോയി അടുപ്പ് കൂട്ടി. ഞാനിത് കേൾക്കണം. ചുമ്മാ നല്ല മേശിരി പണിക്ക് പോകുന്നത് നിങ്ങൾ നല്ല നല്ല ഡ്രസ് ഇട്ടോണ്ട് പോകുന്നത് അമ്മണിയുടെ വീട്ടിൽ പോയി അടുപ്പം കൂടാനായില്ലയോ? അടുപ്പം കൂടാനല്ല, പിന്നെ അമ്മയുടെ പുതിയ അടുക്കളയിൽ അടുപ്പ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയാ പോയത്. ചുരുക്കി പറഞ്ഞ അവിടെ അടുക്കള ചെന്ന് നിങ്ങൾ കയറി. പിന്നെ അടുപ്പ് നിന്റെ അമ്മാവനെ അണ്ണാക്കി വെച്ചോട്ടാ കൂടി. ദേഷ്യപ്പെടല്ലേ? എന്തോ അണ്ണാ എന്റെ കൂടെ ഒന്ന് തുണി എടുക്കാൻ വേണ. ഇവക്ക് ഈ മുതുപാത്രാത്രി പ്രാന്താന്നോടി. കടയൊക്കെ അടച്ചു കാണത്തില്ലയോ? ഇല്ല തുണി എടുക്കാവുന്ന വരാവോ? എടി ഇവിടല്ലേ തുണി കിടക്കുന്നത്, നീ പോയി എടുക്കടി. എന്റെ കൂടെ ഒന്ന് വേണത്. ഇത് എപ്പ കഴിയിട്ടടി? ഇത് എപ്പ കഴിയിട്ടത്? ഉച്ചക്ക് തുണി കഴുകിയിട്ടിട്ട് കിടന്നങ്ങ് ഉറങ്ങുകള്. ഞാൻ എന്താ വേണമായിരുന്നു? ഊതി ഉണക്കാൻ പറ്റുമോ എനിക്ക്? സന്ധ്യ ആയപ്പോഴത്തേന് തുണി ഉണങ്ങത്തില്ലയോ? അത് മടക്കി എടുത്ത് മാറ്റി വെക്കണമായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ലപോലെ അങ്ങ് ഉണങ്ങട്ടെന്ന്. നീ മേലെ എത്ര ഉണക്കല്ലേ? തുണി എടുത്തോ പോട്ടോ. പിടിച്ചോ പാട്ട് പാടിക്കൊണ്ട് നിൽക്കാവോ? എന്തിനാ എടി തൊട്ടടുത്തിട്ട് കിടക്കുന്ന ഇരുട്ടാന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട കൊച്ചേ. ധൈര്യമുള്ള ഒരു ഭർത്താവല്ലേ നിൽക്കുന്നത്. പേടിക്കടി. കള്ളൻ കള്ളൻ ആരാണ്ട് വിളിച്ചു പറഞ്ഞത് കേട്ടോ? ഞാൻ കേട്ടില്ല. കേട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായി ആരാണ്ട് വിളിച്ചു പറഞ്ഞു കള്ളൻ 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 എന്ന്. കണ്ടോണ പിടിക്കാൻ ഞാൻ പോലീസല്ലേ? എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടാക്കാമോ? അന്നെന്താണ് നിൽക്കും ഇവിടെ? എന്താ ഞാൻ നിൽക്കുവന്നോ? എന്തായാലും കാണിക്കാൻ നിൽക്കാതെ കയറി പൊടി അങ്ങോട്ട്. എന്തുവാടാ പോയി എന്തുവാ ജസ്റ്റ് മിസ്. എന്താ സംഭവം പറയടാ. എന്റെ പൊന്നണ്ണാ, എന്തോടാ? ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. എന്തോ നീ കമ്പോ? അതല്ലെന്ന് പിന്നെ വിളിച്ചോണ്ട് നിന്നപ്പോഴാ ഞാൻ കാണുന്നേ. എന്ത്? എന്റെ വെന്റിലേഷനിൽ 2 കണ്ണൂരി വെച്ചേക്കുന്നു. അയ്യോ കുളിക്കുമ്പോ സോപ്പ് വേണ്ടി നീറായിരിക്കാം. നിന്റെ അച്ഛൻ ഊരി വെച്ചായിരിക്കാം. പിന്നെ എന്റെ അച്ഛൻ കുളിക്കുമ്പോ നിക്കർ പോലും ഊരി വെക്കത്തില്ല. അങ്ങനെ പിന്നെ കണ്ണൂരി വെക്കുവാന്ന്. നീ പിന്നെ ആരെ കണ്ടെന്നാ പറഞ്ഞത്? കണ്ണ് വെന്റിലേഷനിൽ കൂടെ 2 കണ്ണ്
ഞാൻ കുളിക്കുന്നത് നോക്കി നിൽക്കുവാ. ഇതിന് മാത്രം ദാരിദ്ര്യമുള്ളവന്മാർ ഇവിടെ ഉണ്ടോടാ നിന്റെ കുളിച്ചയും കാണാൻ വേണ്ടി? കള്ളനാണെന്ന്, കള്ളൻ. കുളിമുറിക്കകത്ത് ഞാൻ കുളിച്ചോണ്ടിരിക്കുവല്ലേ, ആളടക്കം കണ്ടിട്ട് എന്തുവാന്ന് അറിയാനെ കൊണ്ട് കേറിയതാ. ഞാൻ കണ്ട് ഈ വെന്റിലേഷൻ കൂടെ നോക്കുന്നത്. ആ സോപ്പ് തെച്ച് നിൽക്കുമല്ലോ, പെട്ടെന്ന് ഒരു തൊട്ടി വെള്ളം കോരി തലയിലൊഴിച്ച് ബാത്റൂമിന്റെ കഥവും ചവിട്ടി പൊളിച്ച് കിട്ടിയ ഉടുപ്പും മുണ്ടും എടുത്തിട്ട് കല്യാണത്തിന് പോയി. കല്യാണത്തിനോ? അല്ല, കള്ളനെ പിടിക്കാൻ പോയി. കണ്ടോ നീ? ഞാൻ കൂടെ ഓടിയവന്റെ, പക്ഷേ ടോർച്ച് പെട്ടെന്ന് ലൈറ്റ് അങ്ങ് കെട്ടുപോയി കേട്ടോ. കണ്ടോ? നമ്മുടെ വട്ടക്കുളിഞ്ഞ വളവില്ലേ, ഈ രണ്ട് സൈഡിൽ നിന്നും വണ്ടി വന്ന കാണാത്ത ഒരു കൊടും വളവ്. അറിയാം. ആ വളവിന് ഇരുട്ടത്ത് ഇങ്ങനെ നിന്നപ്പോഴേ അങ്ങ് ആ മൂലയ്ക്ക് നിൽക്കും അവൻ. ഞാൻ പതുക്കെ വടിയുമായിട്ട് ചുവട് വെച്ച് അവന്റെ അടുത്തോട്ട് പോയി. അവന്റെ കയ്യിലുണ്ടൊരു വടി. അപ്പൊ നീ എന്ത് ചെയ്തു? അടുത്ത് എന്നിട്ട് ഒറ്റ അടി പൊട്ടിച്ചെതറിപ്പോയി. നീ അടിക്കുവായിരുന്നോ ബോംബ് ഇടുവായിരുന്നു? പൊട്ടിച്ചെതറി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിൽ നിന്നും വരുമ്പോ കാണാൻ വെച്ചേക്കുന്ന കണ്ണാടി തല്ലി പൊട്ടിച്ചാ പിന്നെ പൊട്ടിച്ചെതറത്തില്ല. കണ്ണാടി തല്ലി പൊട്ടിച്ചു. 7500 രൂപ കൊടുക്കാമെന്ന് മെമ്പറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ട് പോടാ. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ വീടിന്റെ പുറത്ത് റബ്ബർ തോട്ടം ഇല്ലേ, ആ റബ്ബർ തോട്ടത്തിൽ ഇവിടെ കിഴക്കോട്ട് ഓടിയിട്ടുണ്ട്. നമ്മുടെ സുമതി ചേച്ചിയുടെ വീടിന്റെ ആ ഭാഗത്തോട്ട് ഓടിയിട്ടുണ്ടല്ലോ. അമ്മ അച്ഛന്റെ കൂടെ പോയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് പിടിക്കും. ഞങ്ങളുടെ അച്ഛനെ ആരാടി ചേച്ചി. ആര് പറഞ്ഞു? കള്ളൻ ഇനി എന്റെ മുമ്പിൽ വന്നാലുണ്ടല്ലോ, ഈ സജിയുടെ കൈക്കരുത്ത് അവൻ അറിയും. എന്നിട്ട് അവനെ ഞാൻ ഇങ്ങനെ കയറി ഞാൻ കള്ളനെ കണ്ടു. അതിന് ഡെമോ കാണിച്ച ഞാൻ കണ്ടു. തിരുമണ്ടയ്ക്ക് കയറുന്ന രീതി ഒന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ എത്ര പറഞ്ഞിട്ട് ഇങ്ങനെ വിശ്വസിച്ചില്ല. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കള്ളന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി. എനിക്ക് ഇവിടെ നിൽക്കാൻ സുരക്ഷയില്ല. എന്തുവായാലും നമ്മൾ ഇന്ന് മെനക്കെട്ടു. ഉറക്കം ഒഴിച്ചിരുന്ന് നമ്മൾ ഇന്ന് കള്ളനെ പിടിക്കും. പിടിക്കോടാ, കള്ളനെ പിടിക്കണം. എനിക്ക് അല്ലെങ്കിൽ ഇവിടെ എന്നെ കൊല്ലു കള്ളനെ പിടിക്കും. അതോ എനിക്കകത്തിരിക്കാൻ പേടിയാന്ന്. ചേച്ചി, ഞങ്ങൾ ഇവിടെ ആ രണ്ട് ആണുങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുന്നില്ല. ചേച്ചി നീ പോയി അകത്തു. ഞാനോട് ഇരിക്കാന്ന് എന്ത് തോന്നുന്നു? അണ്ണാ, എന്റെ ബലമായ സംശയം എന്തായാലും പുറത്തുനിന്നുള്ള ആളല്ല ഈ കള്ളൻ. കാരണം ഈ നാട്ടിലെ പൊതുവഴിയും ഊടുവഴിയും മുക്കും മൂല എല്ലാം അറിയാവുന്നവനാണ് ഈ കള്ളൻ. സത്യം പറയാം, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ കള്ളൻ. പഞ്ചായത്ത് മെമ്പറിന് രാത്രി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ, പകല പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നിയമമൊക്കെ ഭയങ്കര ഇതാടാ. പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ ഗൾഫിലെ നിയമം പറഞ്ഞു. ഇവിടെ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ മോഷണം നടത്തിയാൽ ആ മോട്ടിക്കുന്നവന്റെ കൈ വെട്ടിക്കളയും. ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലടാ. എന്താണ്? ഇവന്മാരെ പോലീസുകാർ പിടിച്ചോണ്ട് പോകും. അവിടത്തെ ചോദിക്കും, മോട്ടിച്ചോടാൻ ചോദിക്കും. മോട്ടിച്ചെന്ന് പറയും, ഇനി മേല മോട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. എന്നിട്ട് പറയും 10 ദിവസം ഒന്ന് ഒപ്പിടാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കൈ വെട്ടിക്കളയാത്തത്. അതാ കൈ വെട്ടിക്കളഞ്ഞ പിന്നെ ഒന്ന് ഒപ്പിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛന്റെ കൈ വെട്ടാത്തത്. ഒരു ചുമ്മാ ആവശ്യമുള്ള കാര്യം പറഞ്ഞു കേട്ടോ. അവനൊക്കെ സുഖമാ, പകല് കിടന്നുറങ്ങാം. അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു സജി. അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ പഴയതുപോലെ തന്നെ പോയി. കുടിച്ചിട്ടാ കൊള്ളാം കേട്ടോ. മധുരമില്ലാത്ത കാപ്പി എന്ന് നാണം കെടുത്തി. സമയം പോന്നു. വീട്ടിൽ കൊണ്ടാണ് പിടിച്ചെടുത്തത്. ഞങ്ങൾ ഷോക്കേസിൽ കൊണ്ട് നാളെ വെക്കും. വന്ന കാണാം. 2 മണിയായി, കണ്ണു പൊളിച്ചിട്ട് വയ്യ. നീ അന്ന് കള്ളനെ പിടിക്കാൻ വേണ്ടി വന്ന ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട്. ആ സംഭവം വേറെ എന്ന് പറഞ്ഞാലേ, നമ്മൾ 3 പേരോട് ഒരുമിച്ച് ഉറക്കം ഒഴിച്ചിരുന്നാലേ 3 പേരോട് ഒരുമിച്ച് ചിലപ്പോ കിടന്ന് ഉറങ്ങും. ആ സമയം കണ്ടാവും വന്ന് മോട്ടിച്ചോണ്ട് പോകും. അതിനെക്കാട്ടും നല്ലത് ഒരാൾ കിടന്നുറങ്ങാം, ബാക്കി 2 പേര് കാവല്. പിന്നെ അയാൾ എന്തെങ്കിലും ബാക്കി ഒരാൾ കിടന്നിട്ട് എങ്ങനെ അങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ഞങ്ങൾ നോക്കണം. എനിക്ക് ഉറക്കം വരത്തില്ല. കള്ളനെ പിടിക്കാതെ ഞാൻ ഉറങ്ങത്തില്ല സജി. ഞാൻ ഉറങ്ങത്തില്ലേ. കള്ളനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഈ 2-ാം മണി സമയത്തേ ഒരാൾ എപ്പോഴും ഇങ്ങനെ ഉറങ്ങുന്നത് നല്ലതാ. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മയങ്ങിട്ട് വടി തലക്കി എന്തോ അടക്കം കേട്ടോ, വിളിച്ചോണം കേട്ടോണ കേട്ടോ. ഓ, ഇവിടെ അടുത്താടി ഇപ്പൊ ആലുവായി ചെന്ന് മുട്ടുമല്ലോ. ഉറക്കം വരുന്ന എന്തുവാണ് രാവിലെ എണീറ്റ് വെച്ചോണ്ടാക്കുന്നേ പിള്ളേരെ സ്കൂളിൽ വിടാന്. നിങ്ങൾ നല്ലോണം കൂടി തീരുമാനിച്ചതല്ലയോ ഈ കള്ളനെ പിടിക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കം വരുന്നുണ്ടോ? പായെടുത്തോണ്ട് വരട്ടെ എന്നാ? പായെടുത്തുണ്ടോ? അല്ലെ ഞാൻ അവിടെ കിടന്നോളാടി. പായെടുത്തോണ്ട് വരാന്ന്. ഇങ്ങോട്ട് കട അല്ലെ കിടന്നു കഴിഞ്ഞാൽ നടു പോവുക. ഇങ്ങോട്ട് വന്ന് നമ്മളെ പെണ്ണുങ്ങള് വേണ്ട, ഇതിനൊക്കെ ഉത്തരവാദിത്തം കണ്ടൊക്കെ ഉറക്കം വരുന്നില്ല. നീ അവിടെ എനിക്ക് ഉറക്കം എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചോണം കേട്ടോ. ദൈവമേ, എനിക്ക് ഉറക്കം വരല്ലേ എന്റെ ഭഗവാനെ. അമ്മ നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? നമ്മൾ ഉറങ്ങുന്നതിന് എന്തുവാ? അതുകൊള്ള
Shut up, push. Shut up, push. Shut up, push. എന്താ അപ്പൊ ഷടപ്പ് ഷെഡ് ആയിരുന്നു. രണ്ടിന് ഷടപ്പ് ഹലോ പിടിക്കണം. അവിടെ ഇരിപ്പുണ്ട് മാലയും മോതിരൊക്കെ കൊണ്ടു. എന്ത് വേണ്ട നിങ്ങൾക്ക്? ആരെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു, ആരെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു. എടാ എൽപാടെ പിടിച്ചോ കള്ളനെ പിടിച്ചോ പിടിച്ചോ കള്ളനെ പിടിച്ചടാ. കള്ളനെ ഞാൻ പിടിച്ചു, കള്ളനെ പിടിച്ചു. അണ്ണ എന്താ പറയുന്നത്? കള്ളന്റെ പേര് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഒന്നിച്ച് കിടക്കാൻ വേണ്ടി. അയ്യോ എന്താണ് പറയുന്നത്? ഞാൻ അറിഞ്ഞ കാര്യം എന്താ ഈ പറയുന്നത്? ഞാനിത് കാര്യം എന്തിനീ? സ്വപ്നം വല്ലതും കണ്ടായിരിക്കും നാളെ വലിയോളം എന്റെ പെണ്ണുപിള്ളോട് കിടക്കാൻ. അയ്യോ അണ്ണാ അങ്ങനെ പറയല്ലണ്ണ. അണ്ണൻ ചേച്ചിയെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ഞാൻ കുഞ്ഞാ. അപ്പൊ നീക്ക് വളർന്ന് എങ്കോ അത് നീ അറിഞ്ഞോളാം. എന്താണ് ഈ പറയുന്നത്? ചെറുക്കൻ അവരെ കൂടെ പോകുന്നതാണ്, ഇവിടെ കൂടെ പോകുന്നതാണ്. ഒറ്റക്കിരുന്നാലും ഞാൻ വിളിക്കത്തില്ല. എത്രയോ തവണ അണ്ണൻ പണിക്ക് പോയപ്പോ ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. കൂട്ടിരിക്കാൻ പറഞ്ഞ അണ്ണൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വന്നിട്ടില്ല. കാരണം നമ്മളെ പറ്റി പറയുന്നത് കേട്ടോടാ. കേട്ടോ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് ഇന്നിക്കുന്നില്ല. ഒട്ടി ഇരിക്കുവാ എന്തുവാണ് ഇതിന്റെയൊക്കെ പ്ലാനിങ്? എന്താടി എന്നെ ഉറക്കി കിടത്തിയിട്ട് എന്താ അവിടെ നടന്നത് എനിക്ക് അറിയണോ? അണ്ണ ചുമ്മാ സ്വപ്നം കണ്ടായിരിക്കും. നടക്കുന്നത് പറയണി സത്യം പറയണി, സത്യം പഠിച്ചേ പ്ലാനിങ് എന്ത് പറയണി? എന്താണ് എന്താണ് എന്തുവാടി എന്തുവാടി എന്താണ്? ഞാനും മനസാവാചാ കർമ്മണ മനസാവാചാ കർമ്മണ സത്യം പറയണി. അറിയാത്ത കാര്യമായി എന്താണ് മനസാവാചാ കർമ്മണ മനസാവാചാ കർമ്മണ. നാരായണ സാറിനെ വിളിച്ചോണ്ട് പറഞ്ഞിട്ടാ പ്രശ്നം തീർപ്പാക്കാനോ? അല്ല, ഈ മനസാവാച കർമ്മ എന്നുള്ളതിന്റെ അർത്ഥം എനിക്കറിയത്തില്ല. അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി. നാരായണ സാർക്കൊന്നും നാളെ കിട്ടുമോ? എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല. അയ്യോ എന്റെ ദൈവമേ, മോതിരം എടുക്കാനായിരിക്കും നിങ്ങൾക്ക് എറിഞ്ഞു കൊടുത്താൽ പോരാ. ഞാൻ മധുരം കൊടുക്കാൻ ചിലപ്പോ കള്ളു പറയാവാ. ആ പാമ്പടിച്ച പിള്ളേരെ നീന്തിനാണ് ഞാൻ സംശയിക്കുന്നത്. ഞാൻ ഇവിടുന്ന് കണ്ടാന്നൊന്നും കണ്ടോ എങ്ങനെ ഇരിക്കുന്ന? ആ കള്ളന് വരെ എന്നോട് സ്നേഹമുണ്ട്. സംശയിക്കാനൊന്നും ഇല്ലടാ. ഇവിടെ നല്ലതല്ലായിരുന്നു ആ കള്ളന്. ഈ മാസിന്റെ ഒരു ഉഗ്ര സ്കിറ്റ്, നല്ലൊരു കയ്യടി. അഭിപ്രായം നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ആ കിടന്നപ്പോഴുണ്ടായ ആ 3 ശബ്ദങ്ങൾ 3 പേരും ഒന്ന് വെച്ചേ. ഇത് ആരാന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ മനസ്സിലായി. പക്ഷേ അവിടെ തൊട്ടാണ് ഈ സാധനത്തിന് ഒരു അനക്കം വെച്ച് തുടങ്ങിയത്.
അതിനു മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ കള്ളൻ്റെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. പക്ഷെ കള്ളനെ പിടിക്കാനായിട്ട് നിങ്ങൾ ആ ബെഞ്ചിൽ ഇരുന്നപ്പം സത്യം പറഞ്ഞാൽ ആ കൂടെ കൂടി ഇരുന്നാലോ എന്ന് ആലോചിച്ച് ഞങ്ങൾ. ഇതാണ് നമ്മൾ കാവലിരുന്ന് കള്ളനെ പിടിക്കാമെന്നും പറഞ്ഞ് ഇരുന്ന് കഴിയുമ്പം ആരെങ്കിലും ഒരാൾ വരും, മയക്കും വീണ് പോകും. അങ്ങനെ ഇരുന്ന് 3 പേരും അങ്ങ് ഉറങ്ങിപ്പോവും. കള്ളൻ മാന്യമായിട്ട് വന്ന് എടുക്കാനുള്ള ഇടത്തോണ്ട് അങ്ങ് പോവുകയും ചെയ്യും. ആ സീക്വൻസ് ഒക്കെ നന്നായിരുന്നു. പക്ഷെ അതിന് ഫ്രണ്ടിലേക്കുള്ളിടത്ത് കുറച്ച് ചിരിയുടെ ഒരു അംശം കുറവുണ്ട്. പക്ഷേ ലൈവ് ഉണ്ടായിരുന്ന സംഭവം എൻഡിലാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടന്നത്. അതും സംശയിക്കാനുള്ള ഏരിയ നമ്മൾ ഇട്ടുകൊടുത്തതാണ്. വൈഫ് മറിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കൈയെടുത്തിട്ട് ഭർത്താവ് എണീറ്റ് വരുമ്പോൾ ഇത് കാണുമ്പം ഓട്ടോമാറ്റിക്കലി സംശയം ഉണ്ടാകും. എന്തായാലും ഗംഭീരമായിരുന്നു ഈ ഒരു പോർഷൻ. അതായത് ചിരിയുടെ ഒരു അംശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറഞ്ഞു. പക്ഷെ നല്ല വൃത്തിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ, നന്നായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ വന്ന ഉടനെ ഞാൻ ആദ്യം ചോദിച്ച സുമി വരും. അതെ, എന്നോട് കുറെ പ്രാവശ്യം ചോദിച്ചു. അല്ല, അതെ, ആ സ്പീഡിൽ സംസാരിക്കുന്ന കൂടെ ചേച്ചി ഒരു വലിയ കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ചില നോട്ടങ്ങളെ, ചില എക്സ്പ്രഷൻ, ചില ഡയലോഗുകളൊക്കെ KPSC ലളിത ചേച്ചിയെ പോലെയാണ് എന്ന് ചേച്ചി പറഞ്ഞു. എസ്പെഷ്യലി ചില സമയത്ത് സുമി ഷോ ഇങ്ങനെ പറയില്ലേ, അപ്പൊ ഒക്കെ എനിക്ക് ലളിത ചേച്ചിയെ ഫീൽ ചെയ്യാറുണ്ട്. കാര്യം ഞാൻ ലളിത ചേച്ചിയായിട്ട് 10 വർഷം ഒരുമിച്ച് അഭിനയിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് ചേച്ചിയുടെ എല്ലാ മനരസങ്ങളും ഏകദേശം ഒക്കെ അറിയാം. സത്യമാണ് അത്. പക്ഷെ ഞാനത് പറഞ്ഞിട്ട് കൊച്ചിന് അഹങ്കാരം ഉണ്ടായല്ലോ എന്ന് വെച്ച് ഞാൻ പറയാതിരുന്നതാണ്. പക്ഷെ ചേച്ചി പറഞ്ഞപ്പോ അത് പറയാം. എനിക്കത് കാരണം ഷോ എന്ന് പറയും നിങ്ങൾ കാണിക്കില്ല, അപ്പോഴൊക്കെ എനിക്ക് ലളിത ചേച്ചി ഓർമ്മ വരും. നന്നായിരുന്നു. ഇപ്പൊ ഈ കൂർക്കമ്പലി എനിക്കും സംശയം ഉണ്ടായിരുന്നു ആര് എന്ത് എന്നുള്ള. അവസാനം ക്ലിയർ ആക്കി തന്നപ്പോ ശരിയായി. പിന്നെ ആദ്യം സുമി മറ്റേ ഈ തുണിയെടുക്കാൻ പോകുമ്പോ പാടിക്കൊണ്ട് പോവില്ലേ, ചെറിയ വയസ്സിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. രാത്രി ഇരുട്ടി കഴിഞ്ഞിട്ട് വെളിയിൽ ഇങ്ങനെ തുണിയെങ്ങാനും ഇതിട്ട് പോയി എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ പേടിയാ, പോവില്ല. എന്നിട്ട് സിനിമാ പാട്ടും പാടിക്കൊണ്ടാ പോകുന്നത് എടുക്കാൻ വേണ്ടിട്ട്. ഞാനും എന്റെ അമ്മമ്മയും കൂടി സ്ത്രീകളും രാത്രിയിൽ പുറത്തിറങ്ങി അല്ലേ, അത് പേടിയുള്ള കാര്യമാണ്. പാടിയിട്ടൊക്കെ നന്നായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു കറങ്ങി തിരിഞ്ഞ് ഒരു ക്ലോക്ക് വരുന്ന പോലെ വന്നതൊക്കെ നല്ല രസമാണ്. സൂപ്പർ, നന്നായിരുന്നു. നന്നായിരുന്നു കേട്ടാ. ഈ പറഞ്ഞോട്ട് നല്ല ലൈഫ് ഉണ്ടായിരുന്നു കളിക്ക്. ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിലെ ഒരു പാവപ്പെട്ട വീട്ടിലെ അറ്റ്മോസ്ഫിയർ 3 പേരും കൂടി നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. നസീർക്ക് പറഞ്ഞ പോലെ ആദ്യം തൊട്ടിട്ടുള്ളൊരു നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പടക്കെന്നുള്ള ഒരു ഹ്യൂമർ ആദ്യം ഉണ്ടായിരുന്നില്ല. ഉറക്കം തൊട്ടിട്ടാണ് ഹ്യൂമർ തുടങ്ങിയത്. ഈ പറഞ്ഞോട്ട് തന്നെ കൂർക്കമ്പലിക്ക് ഒരു താളമുണ്ട്. അല്ലാണ്ട് അല്ലേ? അല്ല, അത് കറക്റ്റാ. ഒരു താളമുണ്ട്. വലിച്ചാൽ അവിടെ പോസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ വലിക്കുള്ളൂ. താളമുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ടൈമിംഗ് ഉണ്ട്. കാരണം ഇത് വലിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഷട്ടപ്പുഷ്. ഈ ഷട്ടപ്പുഷിനാണ് ഏറ്റവും കൂടുതൽ ടൈമിംഗ് ഉള്ളത്. സാധനം വരുന്നുണ്ടോ. എന്നിട്ട് അത് എഡിറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ടല്ലോ. ഓ, അപ്പൊ അത് ഞാനാണ് എന്താണെന്ന്. അതൊക്കെ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഭയങ്കര രസമായിരുന്നു. എന്തായാലും ഗംഭീരമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പകുതി കഴിഞ്ഞിട്ട് ആ കുറച്ച് ഹ്യൂമറുകൾ വന്നുള്ളൂ. ബാക്കി ഫസ്റ്റ് ഹാഫ് ഇത്തിരി എന്താണ് പറയുക, വലിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. തമാശ കുറവുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരാണ് അതിന്റെ മാർക്ക് തരുന്ന? ആരാ? എത്ര രൂപ? ഒരു 15,000 രൂപ. ഞാനൊരു 14,000 രൂപ. അപ്പൊ 29,000 രൂപ. ഷടപ്പുഷ് അയക്ക്. ബാക്കിയുള്ളത് ഷടപ്പുഷ് 50,000 രൂപ. ഓക്കെ, നല്ല എമൗണ്ടാണ്. അപ്പൊ ഉഷാറായിട്ട് ഇതുപോലെ ഷടപ്പുഷ് ഐറ്റങ്ങളായിട്ട് വരൂ. ഓക്കെ, ഷടപ്പുഷ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ നമ്മുടെ സ്വന്തം കൊച്ചു പ്രതിഭേട്ടന്റെ സ്കിറ്റ് നിങ്ങൾ കണ്ടു. ഒരു പാട്ട് കാണുന്നതിന് എന്താണ് അഭിപ്രായം? പാട്ട് കേൾക്കാം. ഒരു ഉഗ്രം പാട്ട് പാടാൻ റെഡി ആയിട്ട് പ്രതിഭേട്ടൻ നിപ്പുണ്ട്. അപ്പൊ നമുക്ക് അത് കേൾക്കാം. ഓക്കെ, അപ്പൊ കൊച്ചു പ്രതിഭേട്ടന്റെ ഒരു നൈസ് സോങ്. വേൽ മുരുക ഹരോഹര വേലായുധ ഹരോഹര. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം
വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലിക്കുന്നിന് മീതെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു പള്ളിത്തേരാണ് വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ശൂരം പടയുടെ ജമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലിക്കുന്നിന് മീതെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു വെള്ളിത്തേരാണ് വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ഈ താരകാസുരനെ വടിവേലിൽ കോർത്താനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു പടിയാടും കേറി ചെന്നാലമ്പലമുണ്ടേ തേടും തിറയുമുണ്ടേ മുടിവട്ടം മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ടേ വെற்றிവേൽ മുരുക മുരുക വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലിക്കുന്നിന് മീതെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്താറായല്ലോ അറുപട വീട് ഇത് തിരുമലമേട് ഇനി അഗ്നിക്കാവടിയാട ഈ കരലിൽ നാഴിയൊരുക്കണ്ടേ പൂപ്പട കൂട്ടാൻ ഇനി കൂട്ടടവട്ടം വീടാളിക്കോലം ചുറ്റിക്കോമരമുണ്ട് വാളും പരിചയുണ്ട് ഉക്കില നാക്കിലയാലു വിളക്ക് ചിലമ്പും ചിലമ്പുമുണ്ടേ അഞ്ചി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലിക്കുന്നിന് മീതെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു പള്ളിത്തേരാണ് വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽമുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാഹോ വേൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റമേറുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നാ പോവാം. അടുത്ത എപ്പിസോഡുമായിട്ട്
അടുത്ത സ്കിറ്റുമായിട്ട്, അടുത്ത ചിരിയായിട്ട്, അടുത്ത പാട്ടായിട്ട് പോയിട്ട് വരാം. വരും നമ്മൾ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.